തന്നെ അവൻ യജ്ഞത്തെയും രാജാവിനെയും സ്തുതിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ പാടാൻ വേണ്ടിയിട്ട് തുടങ്ങി. കുറേ സമയം ഈ സ്തുതി കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു അവനെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പറഞ്ഞു. ഉള്ളിലേക്ക് കടന്നെങ്കിലും ഇവനൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. പകരം വീണ്ടും വീണ്ടും രാജാവിനെയും അവിടെ ഇരിക്കുന്ന ഋതിക്കുകളെയും എല്ലാം സ്തുതിച്ച് പാടാൻ വേണ്ടി തുടങ്ങി. യജ്ഞത്തിൻ്റെ മഹാത്മ്യത്തെയൊക്കെ സ്തുതിച്ച് പാടാൻ വേണ്ടി തുടങ്ങി. സ്തുതി കേട്ടാൽ ആർക്കും സന്തോഷമാകും, ഋതിക്കുകൾക്കെല്ലാം സന്തോഷമായി. ഈ ബാലനെ കണ്ടവർക്കൊക്കെ സന്തോഷമായി. ആസ്തികൻ അത്രയും തേജസ്വിയായിട്ടുള്ള ഒരു ബാലനായിരുന്നു. അങ്ങനെ രാജാവ് അവനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നിൽ വളരെയധികം സംപ്രീതനായി, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ എനിക്കൊരു വരം തരാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ളത്. ആ സമയത്ത് ഋതിക്കുകൾ ഓർമ്മിപ്പിച്ചു, നമ്മൾ തക്ഷകനെ ഇതുവരെ ഹോമിച്ചിട്ടില്ല, നമ്മുടെ യജ്ഞം പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തക്ഷകനെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലി അവിടത്തേക്ക് ഹോമിക്കാൻ വേണ്ടി തുടങ്ങി. തക്ഷകൻ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട്